നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കളിവള്ളങ്ങളും വള്ളംകളിയും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മാത്യു തോമസ്, ഊരാംവേലിൽ കല്ലൂരയ്ക്കൽ. ഞാൻ എൻ്റെ ചാനലിൽ കൂടി വിശദമാക്കാൻ പോകുന്നത് കളപ്പലക എന്നുള്ള ആശയത്തെക്കുറിച്ചാണ്. ഈ കളപ്പലകയും കളിവള്ളങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിന് മുമ്പായി ഉദാഹരണ സഹിതം കളപ്പലകയുടെ ആവശ്യകതയിലേക്ക് എത്തുന്നതാണ്. ആദ്യമായി ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്. അതായത്, ഇപ്പോൾ നമ്മൾക്കൊരു കെട്ടിടം പണിയണം, അതായത് ഒരു വീട് പണിയണം എന്ന് വിചാരിക്കുക. ആ വീട് പണിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായി എന്താണ് ചെയ്യുന്നത്? ആ കെട്ടിട നിർമ്മാണ മേഖലയിൽ വൈദഗ്ധ്യമുള്ള ഒരു സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനെ പോയി കാണുകയും നമ്മൾക്ക് പണിയാൻ പോകുന്ന വീടിന്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സവിശേഷതകൾ അദ്ദേഹത്തോട് വ്യക്തമാക്കുകയും ചെയ്യും. അപ്പോൾ ആ ആർക്കിടെക്ട് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയർ നമ്മൾക്ക് ഒരു പ്ലാൻ വരച്ചു തരും. പ്ലാൻ എന്ന് പറഞ്ഞാലും പ്രധാനമായും 3 തരം ചിത്രങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതായത്, പ്രധാനമായും പ്ലാൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ അതായത് നമ്മൾ പണിയാൻ പോകുന്ന വീടിന്റെ അടിത്തറയുടെ അളവുകൾ വ്യക്തമാക്കുന്ന, അളവുകൾ മാർക്ക് ചെയ്ത മുകളിൽ നിന്ന് കാണുന്ന ചിത്രമാണ് ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാൻ. അതുപോലെ തന്നെ നമ്മൾ പണിയാൻ പോകുന്ന വീട് മുൻഭാഗത്ത് നിന്ന് കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് വിശദമാക്കുന്ന ചിത്രമാണ് ഫ്രണ്ട് എലിവേഷൻ അല്ലെങ്കിൽ മുൻഭാഗത്തു നിന്നുള്ള ചിത്രം. അതുപോലെ തന്നെ അപൂർവ സന്ദർഭങ്ങളിൽ പണിയാൻ പോകുന്ന വീടിന്റെ വശങ്ങളിൽ നിന്നുള്ള സൈഡ് വ്യൂസും ആർക്കിടെക്ട് അല്ലെങ്കിൽ ആ സിവിൽ എഞ്ചിനീയർ നമ്മൾക്ക് വരച്ചു തരാറുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ആ 2 ഡയമെൻഷണൽ ഡ്രോയിങ്സിനെ 3D മോഡലിംഗ് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് ത്രിമാന ചിത്രങ്ങളാക്കി മാറ്റും. അപ്പോൾ നമ്മൾ പണിയാൻ പോകുന്ന വീടിന്റെ ഉൾഭാഗത്ത് എത്ര മുറികളുണ്ട്, എവിടെയാണ് കാർ പോർച്ച്, എവിടെയാണ് സ്റ്റെയർ കേസ്, എവിടെയാണ് അടുക്കള, എത്ര ബാത്റൂം ഉണ്ട്, ബാത്റൂമിന്റെ സ്ഥാനം എവിടെയാണ്, വാഷ് ബേസിന്റെ സ്ഥാനം എവിടെയാണ് തുടങ്ങി മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും ആ 3D മോഡലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുന്ന ആ ത്രിമാന ചിത്രത്തിൽ പ്രതിപാദിച്ചിരിക്കും. അതായത്, നാം വീട് പണിയാൻ ഉദ്ദേശിക്കുന്നതിന്റെ ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ആധികാരികമായ രേഖ അല്ലെങ്കിൽ ഡിസൈനാണ് നമ്മളുടെ ആ പ്ലാനും എലിവേഷനും ഉൾപ്പെട്ട ചിത്രങ്ങൾ. അതുപോലെ തന്നെ ഒരു കളിവള്ളം പണിയുന്നതിനാവശ്യമായി തയ്യാറാക്കുന്ന ബ്ലൂ പ്രിന്റ്, അതിന്റെ ഡിസൈൻ അല്ലെങ്കിൽ ഒരു ചിത്രമാണ് അല്ലെങ്കിൽ അളവുകൾ, പണിയാൻ പോകുന്ന കളിവള്ളത്തിന്റെ അളവുകൾ മാർക്ക് ചെയ്ത ഒരു ചിത്രമാണ് കളപ്പലക എന്ന് വിളിക്കുന്നത്. ഈ കളപ്പലക അതിന്റെ പ്രാചീന രൂപത്തിൽ പ്രചാരത്തിലില്ല. അതായത്, പണ്ട് കാലങ്ങളിൽ എല്ലാത്തരം കളിവള്ളങ്ങളും പണിഞ്ഞിരുന്നപ്പോൾ കളപ്പലക വരച്ചിരുന്നു. അതായത്, വള്ളംപണി ഏൽക്കുന്ന പ്രധാന ആശാരി, നമ്മൾ സാധാരണയായി വള്ളംപണി ഏൽക്കുന്ന പ്രധാന ആശാരിയെ മൂത്താശാരി അല്ലെങ്കിൽ പ്രധാന ആശാരി എന്ന് വിളിക്കും. മൂത്താശാരി എന്ന് പറഞ്ഞാലും ആ ആശാരിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള അയാളായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വള്ളപ്പണി ഏൽക്കുന്ന പ്രധാന പണിക്കാരൻ അല്ലെങ്കിൽ പ്രധാന ആശാരി ആണ് നമ്മൾ മൂത്താശാരിയായിട്ട് പറയുന്നത്. ആ ആശാരിയുടെ നേതൃത്വത്തിൽ ഒരു മരപ്പലകയിൽ പണിയാൻ പോകുന്ന കളിവള്ളത്തിന്റെ അളവുകൾ മാർക്ക് ചെയ്ത്, അതായത് അതിന് എത്ര കോൽ നീളം ഉണ്ടായിരിക്കണം, എത്ര അങ്കുലം വണ്ണം ഉണ്ടായിരിക്കണം, അമരത്തിന്റെ പൊക്കം എത്രയായിരിക്കണം, അണിയത്തിന്റെ പൊക്കം അതായത് കൂമ്പുൾപ്പെട്ട അണിയത്തിന്റെ പൊക്കം എത്രയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ മരപ്പലകയിൽ രേഖപ്പെടുത്തി വെക്കുന്നതാണ്. അങ്ങനെ പണിയാൻ പോകുന്ന കളിവള്ളത്തിന്റെ, അത് ചുണ്ടൻവള്ളം ആയിക്കോട്ടെ വെപ്പുവള്ളം ആയിക്കോട്ടെ, ആ അളവ് ഒരു ചിത്രം വരച്ച് രേഖപ്പെടുത്തി പലകയിൽ വെക്കുന്ന മരപ്പലകയെ വിളിക്കുന്ന പേരായിരുന്നു കളപ്പലക. പലകയുടെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, അതായത് സാധാരണയായി ഒരു ചുണ്ടൻവള്ളം പണിയുന്ന സംഘത്തിൽ 14, 15, 16 പണിക്കാര് അല്ലെങ്കിൽ ആശാരിമാര് ഉണ്ടാകുന്നതാണ്. അതിന് എണ്ണത്തിന് നിബന്ധനയൊന്നുമില്ല. ചിലപ്പോൾ 20-ൽ കൂടാം, 15-ൽ കൂടാം, 10-ൽ താഴാം. അതിൽ പ്രത്യേകമായ ഒരു നിയമാവലി പണിയുന്ന ആശാരിമാരുടെ എണ്ണത്തിനെ സംബന്ധിച്ച് ഇല്ല. സാധാരണയായി 14, 15, 16 പേരാണ് സാധാരണയായി ഒരു വള്ളപ്പണി സംഘത്തിൽ കാണാറുള്ളത്. അതിൽ മരപ്പലകകളുടെ പണികൾ ചെയ്യാനുള്ള വൈദഗ്ധ്യം നേടിയ തച്ചന്മാർ അല്ലെങ്കിൽ ആശാരിമാർ അതിനകത്ത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ മരപ്പലകകൾ കൂട്ടിയോജിപ്പിക്കുന്നതിന്, പ്രത്യേകിച്ച് കളിവള്ളങ്ങൾ അതായത് ചുണ്ടൻവള്ളം, വെപ്പുവള്ളം തുടങ്ങിയവ പണിയുന്നതിന് പല രൂപത്തിലും പാപത്തിലുമുള്ള ആണികൾ ആവശ്യമാണ്. ഇരുമ്പാണിയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ആണികൾ ആവശ്യമാണ്. ആ ആണികൾ പണിയുന്നതിനാവശ്യമായിട്ടുള്ള വൈദഗ്ധ്യം നേടിയ കൊല്ലന്മാരും ആ ആശാരിമാരുടെ സംഘത്തിൽ ഉണ്ടായിരിക്കും. കൊല്ലന്മാരെന്ന് പറഞ്ഞാൽ നമ്മളെ വെട്ടുകത്തി ചുറ്റിക്കുന്ന പണിയുന്ന കൊല്ലന്മാരായിരിക്കണം നിർബന്ധമില്ല. ഈ വള്ളപ്പണിക്ക് ആവശ്യമായി ആണി പണിയുന്നതിനാവശ്യമായിട്ടുള്ള വൈദഗ്ധ്യം നേടിയ കൊല്ലന്മാർ ആശാരിമാരുടെ സംഘത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ ആകാം. അവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. നമ്മളുടെ ഈ മൂത്താശാരി അല്ലെങ്കിൽ വള്ളപ്പണി ഏറ്റ ആശാരി എല്ലാ ദിവസവും ആ പണിശാലയിൽ കാണണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതായത്, അദ്ദേഹത്തിന് മറ്റുള്ള വള്ളങ്ങളുടെ പണി നോക്കാൻ ചിലപ്പോൾ പോകേണ്ടി വരും. വേറെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ചിലപ്പോൾ പോകേണ്ടതായി വരും. അപ്പോൾ പലരും കൂടി ഈ വള്ളം പണിയുമ്പോൾ നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്ന വള്ളത്തിന്റെ അളവുകളിൽ പിശകുകൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോൽ നീളത്തിൽ അല്ലെങ്കിൽ അങ്കുല വണ്ണത്തിൽ
അല്ലെങ്കിൽ അമരത്തിന്റെ പൊക്കത്തിൽ, അല്ലെങ്കിൽ എന്താണ് അണിയത്തിന്റെ പൊക്കത്തിൽ, മറ്റു പല അളവുകളിലും ആളോടിപ്പടി, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അതിന്റെ എല്ലാ അളവുകളിൽ മാറ്റം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പണിയാൻ പോകുന്ന, അതായത് പ്രധാന തച്ചൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ വള്ളം പലരും കൂടി പണിയുമ്പോൾ, പണിഞ്ഞു കഴിയുമ്പോൾ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ആ തെറ്റ് അല്ലെങ്കിൽ പിശക് ഒഴിവാക്കാൻ വേണ്ടി വള്ളം പണിയുന്ന മാലിപ്പുരയിൽ സ്ഥാപിക്കുന്ന ആ പണിയാൻ പോകുന്ന വള്ളത്തിന്റെ അളവുകൾ രേഖപ്പെടുത്തിയ മരപ്പലകയിലുള്ള ചിത്രത്തിനെ വിളിക്കുന്ന പേരാണ് കളപ്പലക. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണിയാൻ പോകുന്ന കളിവള്ളത്തിന്റെ ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസൈൻ പ്രതിപാദിച്ചിരിക്കുന്ന മരപ്പലകയെ വിളിക്കുന്ന പേരായിരുന്നു കളപ്പലക. ഈ കാലത്ത് കളപ്പലക വ്യാപകമായി ഉപയോഗിക്കുന്നില്ല. ഈ കളപ്പലകയ്ക്ക് പകരമായി നമ്മൾ സാധാരണയായി ഒരു ചാർട്ട് പേപ്പറിൽ അല്ലെങ്കിൽ A4 പേപ്പറിൽ പണിയാൻ പോകുന്ന വള്ളത്തിന്റെ രൂപരേഖ, അതിന്റെ അങ്കുലം വണ്ണം, അല്ലെങ്കിൽ എത്ര കോൽ നീളമാണ് വേണ്ടത്, അമരത്തിന്റെ പൊക്കം, അണിയത്തിന്റെ പൊക്കം തുടങ്ങിയ പ്രതിപാദിച്ച് ഒരു പേപ്പറിൽ വരച്ച് നമ്മൾ ആ മാലിപ്പുരയിൽ സൂക്ഷിക്കും. അത് ആ മാലിപ്പുരയിൽ പ്രദർശിപ്പിക്കണമെന്ന് പോലും നിർബന്ധമില്ല, സൂക്ഷിക്കും. പണിക്ക് ഇടയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായാൽ പ്രധാന മൂത്താശാരി അല്ലെങ്കിൽ പണിയേറ്റ തച്ചൻ, വള്ളപ്പണിയേറ്റ തച്ചൻ സ്ഥലത്തില്ലാത്തപ്പോൾ മറ്റുള്ള ആശാരിമാർ ആ പേപ്പർ അല്ലെങ്കിൽ ആ റെഫറൻസ് പടം റെഫർ ചെയ്യുകയും പിശകുകൾ കൂടാതെ വള്ളപ്പണി പൂർത്തീകരിക്കുകയും ചെയ്യും. ഇതാണ് കളപ്പലകയുടെ പ്രാധാന്യം. ഈ കളപ്പലക ആദ്യകാലങ്ങളിലെ വള്ളപ്പണികൾക്കാണ് വ്യാപകമായി ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് കളപ്പലക വ്യാപകമായി ഉപയോഗിക്കുന്നില്ല എന്നാണ് നിലവിൽ എനിക്ക് കിട്ടിയ അറിവ്. അതുപ്രകാരം ഈ ചുണ്ടൻ വള്ളങ്ങളുടെ പണികൾക്ക്, കളിവള്ളങ്ങളുടെ പണികൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് വ്യത്യസ്തമായതുമായ സവിശേഷാൽ കേട്ടുകേൾവി അധികമില്ലാത്തതുമായ ഒരു സംഭവമാണ് കളപ്പലക. ചുണ്ടൻ വള്ളങ്ങളെയും കളിവള്ളങ്ങളെയും വള്ളംകളികളെയും കുറിച്ചുള്ള വിവരങ്ങൾ അനന്തമായ സാഗരം പോലെ വിശാലമാണ്. അവ ഒരിക്കലും അവസാനിക്കുന്നില്ല. കളിവള്ളങ്ങളെയും ചുണ്ടൻ വള്ളങ്ങളെയും മറ്റ് വള്ളംകളികളെയും വള്ളംകളി വിശേഷങ്ങളെയും സംബന്ധിച്ച പുതിയൊരറിവുമായി നമ്മൾക്ക് നമ്മുടെ ചാനലിൽ വീണ്ടും നേരിട്ട് കാണാം. താങ്ക് യു.